പാലക്കാട് വാളയാറിൽ ബംഗ്ലാദേശിൽ നിന്ന് ആരോപിച്ച ആൾക്കൂട്ടം കൊലപ്പെടുത്തിയ റാം നാരായണന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകും. സർക്കാർ ഉചിതമായ നഷ്ടപരിഹാരം നൽകും. കേസിന്റെ വിശദാംശം പരിശോധിച്ച് ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. സെയ്ഫ് സൈനുലാബ്ദീൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. സെയ്ഫ്, എന്താണ് ഈ പ്രസ്താവനയിൽ പറയുന്നത്? അജിംസ്, ആൾക്കൂട്ടക്കൊലയും ദിവസങ്ങൾ കഴിയുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന പുറത്തു വരുന്നത്. ആൾക്കൂട്ടക്കൊലയിൽ മരണപ്പെട്ട രാംനാരായണന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കും എന്നാണ് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. പ്രതികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും. പാലക്കാട് നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിയമ നടപടികൾ കൈക്കൊള്ളാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. സർക്കാർ പരിശോധിച്ച് ഉചിതമായ നഷ്ടപരിഹാരം ആ കുടുംബത്തിന് നൽകും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിലേക്ക് ഇവരുടെ നഷ്ടപരിഹാരം വരും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുപോലെ തന്നെ കേരളം പോലുള്ള ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ഒരിക്കലും അംഗീകരിക്കാനാവാത്തതാണ്. ഇത്തരം സംഭവങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണം എന്ന അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആൾക്കൂട്ട കൊല ഉണ്ടായി ദിവസങ്ങൾ കഴിയുമ്പോഴാണ് സംസ്ഥാനത്തിന്റെ ഭരണത്തലവനായ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ എം വി ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു RSS ആണ് ഈ ആൾക്കൂട്ട കൊലയ്ക്ക് പിന്നിലെന്ന്. അങ്ങനെ RSS എതിർ ചേരിയിൽ വരുമ്പോൾ അതിന് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുള്ള നീക്കം ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കണ്ടിട്ടില്ല, ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചനയായിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയും. അജിംസ്, റൈറ്റ്. ഈ ആൾക്കൂട്ട കൊലയുണ്ടായി ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഇന്നലെ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പോലും ഇത് ആൾക്കൂട്ട കൊലയായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കാരണം ആ ആവശ്യം എത്രയോ ദിവസങ്ങളായി ആക്ഷൻ കമ്മിറ്റിയും കുടുംബവും ഒക്കെ ഉന്നയിക്കുന്നു. ഇതുവരെയും ഈ നിമിഷം പോലും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയോ ഈ കേസ് അന്വേഷണം ജില്ലാ പോലീസ് മേധാവി ഏറ്റെടുക്കുകയോ ചെയ്തിട്ടില്ല. റിമാൻഡ് റിപ്പോർട്ടിൽ പോലും BNS പ്രകാരമുള്ള 103-ാം വകുപ്പാണ്, അതായത് കൊലപാതക കേസാണ് ഇപ്പോഴും ചുമത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും നടക്കുന്ന കാര്യം. നിയമ നടപടി സ്വീകരിക്കും, എല്ലാ ഉറപ്പും നൽകിയിട്ടുണ്ട് എന്നൊക്കെ മന്ത്രിയും ഭരണകൂടവും പ്രഖ്യാപിക്കുമ്പോഴും മുഖ്യമന്ത്രി പ്രസ്താവന ഇറക്കുമ്പോഴും ഈ നിമിഷം പോലും ഇത് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയോ SP കേസ് അന്വേഷണം ഏറ്റെടുക്കുകയോ ഇതൊരു ആൾക്കൂട്ട കൊലയാണെന്ന് നിയമപരമായി അംഗീകരിക്കുകയോ സർക്കാർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നടുക്കുന്ന യാഥാർത്ഥ്യം.